ഡോക്ടർ ജിൻഡോ ജോൺ കേട്ടുവല്ലോ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളെല്ലാവരുടെയും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് പ്രസംഗത്തിൽ. കേരളം ഒരുമിച്ച് നിന്നാണ് ഈ പദ്ധതി നേടിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതെ പോയി എന്നുള്ളതൊരു വിവാദമാക്കേണ്ടതില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ കരുണാനിധിയും ഒപ്പം തന്നെ തുറമുഖ വകുപ്പ് മന്ത്രിയും വാസവനും ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി 2015 ഈ പദ്ധതിക്ക് കല്ലിടുമ്പോൾ അന്ന് വി എസ് അച്യുതാനന്ദൻ്റെയോ ഈ പദ്ധതിക്ക് കാരണക്കാരനായ ഇ കെ നായനാരുടെയോ പേര് ഓർമ്മിച്ചില്ല എന്നാണ് റഹീമിൻ്റെ വാദം. ഡോക്ടർ ജിൻഡോ ജോൺ. എൻ്റെ വാദമല്ല, അതാണ് ശരി. ശ്രീ അരുൺ, എനിക്ക് റഹീം പറഞ്ഞു തുടങ്ങിയ വാദത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ എനിക്കിഷ്ടം. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും റഹീമിനെ പോലുള്ളവർ കാണുന്നത് രാഷ്ട്രീയമാണ്. അദ്ദേഹം 96 മുതലുള്ള ചരിത്രമാണ് പറയുന്നത്. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയുടെ ഡിസൈൻ തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശ്രമം നടത്തിയ MP രാഘവന്റെയും കെ കരുണാകരന്റെയും മന്ത്രിസഭയുടെ കാലത്തെ പ്രവർത്തനങ്ങളെ റഹീം എന്തുകൊണ്ടാണ് പലവട്ടം ആവർത്തിച്ചിട്ട് പോലും പറയാതെ പോയത്? താങ്കൾ ചോദിച്ചിട്ട് പോലും റഹീം അത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അതവിടെ നിൽക്കട്ടെ, അത് അവർ പറഞ്ഞോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അന്ന് ഇ കെ നായനാരെ പരാമർശിക്കാതെ പോയി എന്നാണ് റഹീമിന്റെ ചോദ്യം. ഉമ്മൻചാണ്ടി അന്ന് കരാർ ഒപ്പിട്ട് തറക്കല്ലിട്ടത് ഒരു പുതിയ പദ്ധതിക്കാണ്, പുതിയ എഗ്രിമെന്റ് ആണ്. നിങ്ങൾ പറഞ്ഞതുപോലെ അന്ന് നയനാരുടെ കാലത്ത് എന്ത് നടത്തി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ എനിക്കില്ല. പക്ഷേ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അന്ന് ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിനുവേണ്ടി രംഗത്ത് വന്ന കമ്പനിയിൽ ചൈനയിൽ നിന്നുള്ള ഒരാൾ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ളത് കൊണ്ട് അതിന്റെ പേരിൽ മിലിറ്ററി ഇന്റലിജൻസിന്റെ എതിർപ്പുള്ളത് കൊണ്ടാണ് അതിനൊന്ന് അനുവാദം കൊടുക്കാതെ പോയത്. അങ്ങനെയുള്ള രാഷ്ട്രീയ ചരിത്രമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാവിന്റെ, മുൻ മുഖ്യമന്ത്രിയുടെ ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളെ മുഖ്യമന്ത്രി പറയാതിരിക്കുന്നത് മാത്രമല്ല പ്രശ്നം. ഇന്ന് ഉദ്ഘാടനം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതെ പോയത്? അതൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഞാൻ പോകുന്നത് ആ ഒരു ഏരിയയിലേക്കല്ല, ഞാൻ തിരിച്ചു വേറൊരു രീതിയിലേക്കാണ്. ഇപ്പൊ റഹീം പോലും പറയുന്നുണ്ട് കേരളത്തിലെ ആളുകൾ ഇന്ന് വലിയ രീതിയിൽ പുളകം കൊണ്ട് സ്വീകരിച്ച ഒരു വികസന പദ്ധതിയാണെന്ന്. ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് അതിന് ദീർഘവീക്ഷണത്തോടെ വിഭാവനം ചെയ്ത് നടപ്പാക്കിയതിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കന്മാരുടെ അശ്രാന്ത പരിശ്രമവും വിയർപ്പൊഴുക്കിയ കഠിന പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു കോൺഗ്രസ്സുകാരൻ, UDF-കാരൻ എന്നുള്ളതിൽ ഞാൻ അഭിമാനത്തോടെ ഈ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുന്ന ഈ പദ്ധതിയെ അങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ റഹീമിനോട് ചോദിക്കട്ടെ, റഹീം 2016 താങ്കളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി അഴിമതിക്ക് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടിയ പദ്ധതിയാണ് എന്ന് പറയുന്നു. താങ്കളുടെ അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അത് ഉമ്മൻചാണ്ടി 6000 കോടി രൂപയുടെ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നത്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ, BJP സർക്കാരും കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരും അഴിമതി നടത്താൻ വേണ്ടിയിട്ട് അദാനിയെ കൊണ്ടുവന്നു എന്ന്. അതേ അദാനിയുടെ നേതൃത്വത്തിലുള്ള കമ്പനി ഇന്ന് ഇത് പൂർത്തിയാക്കുമ്പോൾ ഇത് ചിരകാല സ്വപ്നം തീരമണിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, വിജയ തീരമണിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രൊഫൈൽ പിക്ചറൊക്കെ മാറ്റുമ്പോൾ അല്പം നാണോ ഉളുപ്പും വേണ്ട. റഹീമിന്റെ മറുപടി. റഹീം, താങ്കൾ അന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റും ദേശാഭിമാനിയിൽ അന്ന് വന്ന മുഖചിത്രവും ആദ്യത്തെ പേജും ഇന്നത്തെ മുഖപേജും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചാണ് ജിൻഡോ ജോൺ ചോദിക്കുന്നത്. മറുപടി. ഒരു ചെറിയ കുറവുണ്ടല്ലോ മിസ്റ്റർ ജോൺ. VD സതീശൻ എന്ന് പറഞ്ഞത് പറയുന്നില്ല. അന്ന് നമ്മളെല്ലാവരും പറഞ്ഞത് പറഞ്ഞു. ഇതേ ആവശ്യമെന്ന് ശ്രീ VD സതീശൻ ഉന്നയിച്ചിരുന്നു. ഇതേ വിമർശനമെന്ന് ശ്രീ VM സുധീരൻ ഉന്നയിച്ചിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഡോക്ടർ ജിൻഡോ ജോൺ മറുപടി. അപ്പൊ റഹീമിന്റെ കഴിഞ്ഞല്ലോ, ഇനി ഞാൻ പറയാം. ഈ CPM-ന്റെ നേതാക്കന്മാർ പിണറായി വിജയനും VS അച്യുതാനന്ദനും എന്തിന് റഹീം വരെയുള്ള ആളുകൾ റഹീമിന്റെ മറിച്ചുള്ള ചോദ്യമാണ്, അതിനുള്ള മറുപടി ശരിയാണ്. റഹീം വന്ന് ഈ VD സതീശൻ അടക്കമുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് VM സുധീരനും പറഞ്ഞതുകൂടി കേട്ടിട്ടാണ് റഹീം അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന് കരുതുക ഡോക്ടർ ജിൻഡോ ജോൺ. അങ്ങനെയാണെങ്കിൽ VM സുധീരനും VD സതീശനും പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് റഹീമിന്റെ ചോദ്യം. അത് പറഞ്ഞത് CPM-കാർ മാത്രമല്ലല്ലോ എന്ന്. അല്ല, ഞാൻ അതാണ് പറയാൻ വരുന്നത്. അല്ല,
അരുൺ ഞാൻ അത് പറയാനാ വരുന്നത്. നമ്മൾ തോക്കിൽ ഉണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് അപ്പുറത്ത് നിന്ന് ചുമ്മാ വെടിവെച്ചിട്ട് കാര്യമുണ്ടോ? ഞാനൊന്ന് പറയട്ടെ. റഹീമിനെ പോലുള്ള ആളുകളൊക്കെ ഇത് പറഞ്ഞപ്പോൾ കേരളം മുഴുവൻ ഇത് അഴിമതിക്ക് കോപ്പ് കൂട്ടുകയാണെന്ന് ഇവർ പറഞ്ഞപ്പോൾ KPCCയുടെ പ്രസിഡന്റ് അതുപോലെ VD സതീശനെ പോലുള്ള ആളുകൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു അന്വേഷണം നടത്തിക്കോ, നിങ്ങൾ അന്വേഷണം നടത്തിക്കോ. എന്നിട്ട് ആരാ അന്വേഷണം നടത്തിയത്? പിണറായി വിജയൻ അന്വേഷണം നടത്തുന്നു, ജുഡീഷ്യൽ കമ്മീഷൻ വെക്കുന്നു, വിജിലൻസ് അന്വേഷണം നടത്തുന്നു. എന്താണ് നടപടി ഉണ്ടായത്? ഞാൻ പൂർത്തിയാക്കട്ടെ. റഹീമെ ഇടപെടൽ. ആ എൻക്വയറി കമ്മീഷന്റെ മുമ്പിൽ, ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ റഹീം പോയി മൊഴി കൊടുത്തോ? പിണറായി വിജയൻ പോയി മൊഴി കൊടുത്തോ? VS അച്യുതാനന്ദൻ പോയി മൊഴി കൊടുത്തോ? കാനം രാജേന്ദ്രൻ പോയി മൊഴി കൊടുത്തോ? ഏതെങ്കിലും ഇടതുപക്ഷത്തെ നേതാക്കന്മാർ പോയി അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞ 6000 കോടി രൂപയുടെ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും പോയി നിങ്ങൾ പറഞ്ഞ ആ കമ്മീഷന്റെ മുമ്പിൽ പോയി മൊഴി കൊടുത്തോ? ഇല്ലല്ലോ. ആ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താ? ഇതിൽ അഴിമതി ഇല്ല എന്ന് മാത്രമല്ല, ഇത് ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യരും അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി K ബാബുവും അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരു പദ്ധതിയാണെന്നല്ലേ അതിനുശേഷം വന്ന റിപ്പോർട്ട്? റഹീം മറുപടി. ഞാൻ ജയപത്മകുമാർ തിരിച്ചു വരാം, ഒരു നിമിഷം അങ്ങ് വഴങ്ങണം. റഹീം മറുപടി. അല്ല ശ്രീ ജിൻഡോ ജോൺ വല്ലാതെ തെറ്റിപ്പോകുന്നു, പിഴച്ചു പോകുന്നു. ഒന്നൊന്ന് കൺട്രോൾ ചെയ്തിട്ടൊന്ന് നേരെയാക്കാൻ നോക്കൂ. അതായത് നിങ്ങൾ പറഞ്ഞു ഞങ്ങളെല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ അവരും ഇങ്ങനെ ശുദ്ധമനസ്കരായി പറഞ്ഞാണെന്നല്ല. അങ്ങ് നിർബന്ധിച്ചാൽ ശ്രീ VM സുധീരൻ പറഞ്ഞ ബൈറ്റിൻ്റെ വെർബാറ്റ് ഞാൻ വായിക്കാം. വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു അദ്ദേഹം. ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ ഷാർപ്പായി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ ഷാർപ്പായി എന്ന് VD സതീശൻ ഉന്നയിച്ചു. VD സതീശൻ ഇത് പറഞ്ഞു എന്നുള്ള വാർത്ത വളരെ കൃത്യമായി ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഇനി അതിലേക്ക് പോയി സമയം കളയുന്നില്ല. ഇനി 2, അങ്ങ് പറഞ്ഞത് വസ്തുതാപരമായ തെറ്റാണ്, കളവാണ്. എന്താ കളവ്? ഒന്ന്, CAG വളരെ കൃത്യമായി കണ്ടെത്തി. CAGയുടെ കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിൽ കമ്മീഷന്റെ കണ്ടെത്തൽ എന്താ? കുറ്റവിമുക്തരാക്കിയതാണ്. അല്ല, വ്യക്തിപരമായ അഴിമതി ഉണ്ടായിട്ടില്ല എന്നത് കണ്ടെത്തി. എന്നാൽ വളരെ കൃത്യമായി ഞങ്ങളുടെ ആശങ്ക അപ്പോഴെപ്പോഴും എന്തായിരുന്നു? ഇത് കടൽ കൊള്ള എങ്ങനെയാ കൊള്ള? സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് അകാരണമായ ലാഭം, അസാധാരണമായ ലാഭം ഉണ്ടാക്കാൻ കമ്പനിക്ക് അദാനി പോർട്ടിന് ഇത് അവസരമൊരുക്കുന്നതാണ് എന്ന് തന്നെയായിരുന്നു കണ്ടെത്തൽ. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ വിമർശനം. അതുതന്നെയായിരുന്നു അന്ന് ശ്രീ VD സതീശന്റെ വിമർശനം. അതുതന്നെയായിരുന്നു അന്ന് ശ്രീ VM സുധീരന്റെ വിമർശനം. വെറുതെ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് ഡോക്ടർ ജിൻഡോ ജോൺ, VM സുധീരൻ പറഞ്ഞത് കേരളം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ വ്യവസ്ഥകൾ സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണെന്ന CAG റിപ്പോർട്ട് അതീവ ഗൗരവമുള്ളതാണ്. ഇതേക്കുറിച്ച് സമഗ്രമായ പരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കുമെന്നാണ് VM സുധീരൻ 2017 പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രോജക്റ്റിനെ കുറിച്ച്.